ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പഞ്ചാബിലെയും ഹരിയാനയിലെയും 9 സ്ഥലങ്ങളിൽ ഗുണ്ടാ ഭീകര ബന്ധത്തിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ദേശീയ അന്വേഷണ ഏജൻസി തെരച്ചിൽ നടത്തി. കേസുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്നവർക്കെതിരെ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ബുധനാഴ്ച പുലർച്ചെ മുതൽ പഞ്ചാബിലെ 8 സ്ഥലങ്ങളിലും ഹരിയാനയിലെ ഒരിടത്തും റെയ്ഡ് നടന്നു. തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ക്രിമിനൽ വ്യക്തികളെയും ശൃംഖലകളെയും തകർക്കുക എന്നതാണ് റെയ്ഡുകളുടെ ലക്ഷ്യമെന്ന് ഏജൻസി വ്യക്തമാക്കി. മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗുണ്ടാ സംഘങ്ങളുടെ തീവ്രവാദ ഗ്രൂപ്പുകളും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന ബന്ധം തടയാനുള്ള ഏജൻസിയുടെ തീവ്രമായ ശ്രമങ്ങളെ തുടർന്നാണിത്. കഴിഞ്ഞ മാസം ഭീകര ഗുണ്ടാ സംഘവുമായി ബന്ധപ്പെട്ട കേസിൽ വൻതോതിലുള്ള പരിശോധന നടന്നിരുന്നു. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലെ 9 സ്ഥലങ്ങളിലും ദേവീന്ദർ ബാംബിഹ സംഘവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലുമാണ് ഏജൻസി വ്യാപകമായ തെരച്ചിൽ നടത്തിയത്. ഹരിയാനയിൽ പൽവാൽ, ഫരീദാബാദ്, ഗുരുഗ്രാം ജില്ലകൾ, അതുപോലെ പഞ്ചാബിലെ ജലന്ധർ ജില്ല, ഉത്തർപ്രദേശിലെ മധുര ജില്ല, ഇവിടങ്ങളിലൊക്കെയായിരുന്നു പ്രധാനമായും റെയ്ഡ് നടത്തിയത്. ഇവിടെ നിന്ന് മൊബൈലുകളും ഡിജിറ്റൽ ഉപകരണങ്ങളും ബാങ്കിംഗ് ഇടപാടുകളും സ്വത്തുമായി ബന്ധപ്പെട്ട രേഖകളും ഉൾപ്പെടെ നിരവധി കുറ്റകരമായ വസ്തുക്കളാണ് പരിശോധനയിൽ പിടിച്ചെടുത്തത്. ഇന്ത്യൻ മണ്ണിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഫണ്ട് സ്വരൂപിക്കാൻ ഈ സംഘടനകളും ഭീകരരും വലിയ തോതിലുള്ള ശ്രമങ്ങൾ നടത്തിയതായും ഏജൻസി വ്യക്തമാക്കുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് NIA അന്വേഷണങ്ങൾ നടത്തുന്നത്. എല്ലാ രംഗത്തും മതവും തീവ്രവാദവും ഒക്കെ കടന്നു വന്നതോടുകൂടി തന്നെ ഏകപക്ഷീയമായ ചില സമീപനങ്ങൾ എല്ലാ ഭാഗങ്ങളിലുമുണ്ട്. സിനിമയായിരുന്നാലും മറ്റേത് കായിക രംഗത്തായിരുന്നാലും ശരി, മതം കടന്നു വന്നിട്ടുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ക്രിക്കറ്റ് കളി നമുക്കറിയാം. ബംഗ്ലാദേശുമായിട്ടുള്ള ക്രിക്കറ്റ് കളിയിൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധർ ഈ സ്വതന്ത്ര ഭാരതത്തിലായിരിക്കുമുള്ളത്. ഭാരതത്തെ കവച്ചു വയ്ക്കാൻ മറ്റൊരു രാജ്യത്തിനും സാധിക്കില്ല. സിറിയ, ആ ഭരണാധികാരിയായ അസദുൽ ബഷീറുൽ അസദ്, അയാൾക്കെതിരെ ശബ്ദമുയർത്തിയ മുഴുവൻ ആളുകളെയും കൊന്നു തള്ളുകയാണ് ചെയ്തത്. പാകിസ്ഥാനിൽ പറ്റുമോ ആ രാജ്യത്തിനെതിരെ ഇരുന്ന് പ്രവർത്തിക്കാൻ? സൗദി അറേബ്യയിൽ പറ്റുമോ? ഖത്തറിൽ പറ്റുമോ? യമനിൽ പറ്റുമോ? ഇറാനിൽ പറ്റുമോ? അപ്പോൾ എല്ലാ രാജ്യങ്ങളും ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ സംഘങ്ങളെയും രാജ്യദ്രോഹ കുറ്റം ചുമത്തി മാതൃകാപരമായി ശിക്ഷിക്കുമ്പോൾ അത്തരം ഒരു സംവിധാനം നിർഭാഗ്യവശാൽ ഈ സ്വതന്ത്ര ഭാരതത്തിലില്ല. അതുകൊണ്ടാണ് ഇത്രയധികം തീവ്രവാദ സംഘങ്ങൾ ഉണ്ടാകുന്നതും ആ സംഘടനകൾ ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്നതിന് വേണ്ടി രാജ്യവിരുദ്ധ ശക്തികളുമായി കൈകോർക്കുന്നതും ടൈഅപ്പാകുന്നതും ചില അജണ്ടകൾ ഉണ്ടാക്കുന്നതും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. ഞായറാഴ്ച കഴിഞ്ഞ ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഒരു അണ്ടർ 19 ഏഷ്യ കപ്പ് ഫൈനൽ ഇന്ത്യയെ തോൽപ്പിച്ച് കിരീടം നേടി. 59 റൺസിനാണ് ബംഗ്ലാദേശ് ഇന്ത്യയെ തോൽപ്പിക്കുന്നത്. കളിക്കളത്തിൽ പ്രകടനത്തിനപ്പുറം ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് എന്താ? ജയമോ തോൽവിയോ ഒന്നുമല്ല. അടിച്ച റൺസോ അതല്ലെങ്കിൽ ക്ലീൻ ബൗൾഡ് ആയതോ റൺഔട്ട് ആയതോ ഒന്നുമല്ല. ഓൾറൗണ്ടേഴ്സിനെ സംബന്ധിച്ചിട്ടാണോ? അല്ല. മാൻ ഓഫ് ദി മാച്ച് ആണോ? അല്ല. ബംഗ്ലാദേശ് ആരാധകരുടെ ഒരു പ്രവൃത്തിയെ സംബന്ധിച്ചിട്ടാണ് ഇന്ന് ചർച്ചയാകുന്നത്. മത്സരത്തിൽ ഇന്ത്യയുടെ തോൽവി ഉറപ്പായ സമയം മുതൽ ബംഗ്ലാദേശിന്റെ ആരാധകർ അല്ലാഹു അക്ബർ എന്ന് ഉറക്ക വിളിക്കാൻ തുടങ്ങി. വൻ വിമർശനമാണ് ഈ സംഭവത്തിനെതിരെ ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്നത്. കായിക ലോകത്ത് മതം പറയുന്നത് മാന്യമായ രീതിയല്ല എന്നാണ് ലോകരാജ്യങ്ങൾ വിമർശിക്കുന്നത്. തന്നെയുമല്ല, കാണികൾ ഉറക്കെ ഈ രൂപത്തിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ വെറും 19 വയസ്സു മാത്രം പ്രായമുള്ള ബംഗ്ലാദേശി നായകനായ അസീസുൽ ഹക്കീം തമീം കാണികളെ അത് തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള കമന്റേറ്റർ ഇതിനെ അനുമോദിക്കുന്നത് തത്സമയ സംപ്രേഷണങ്ങളിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ക്യാപ്റ്റന്റെ ആഹ്വാനം ഏറ്റെടുത്ത ആരാധകർ കൂടുതൽ ഉച്ചത്തിൽ അല്ലാഹു അക്ബർ വിളികൾ തുടരുകയും ചെയ്തു. മത്സരത്തിലേക്ക് വന്നാൽ 199 റൺസാണ് വിജയലക്ഷ്യമുണ്ടായിരുന്നത്. അതിനെ പിന്തുടർന്ന ഇന്ത്യയുടെ മറുപടി വെറും 35.2 ഓവറിൽ 139 റൺസിൽ അവസാനിച്ചു. ബംഗ്ലാദേശിന്റെ മുഹമ്മദ് ഇക്ബാൽ ഹസൻ ഇമോനാണ് ഫൈനലിലെയും അതുപോലെ ഈ ടൂർണമെന്റിലെയും താരം. തുടർച്ചയായി 2ാം തവണയാണ് ബംഗ്ലാദേശ് കിരീടത്തിൽ മുത്തമിടുന്നത്. നേരത്തെ ടൂർണമെന്റിൽ പാകിസ്ഥാനോടും ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. സെമിയിൽ ശ്രീലങ്കയെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ ഫൈനലിന് യോഗ്യത നേടിയത്.
ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തികൾ ഈ രാജ്യത്തിനകത്ത് തന്നെയുണ്ട്. എല്ലാവർക്കും അറിയാം, ഭരണകർത്താക്കൾക്കറിയാം, മാധ്യമങ്ങൾക്കറിയാം, പ്രതിപക്ഷത്തിനറിയാം, മുമ്പ് ഈ രാജ്യം ഭരിച്ച് പാരമ്പര്യമുള്ളവർ എന്താണ് ഈ രാജ്യത്ത് ചെയ്തു കൂട്ടുന്നതെന്ന്. പക്ഷേ ശബ്ദിക്കാൻ വോയിസ് ഇല്ല. ഇപ്പോൾ 9ഓളം സ്ഥലങ്ങളിൽ NIA റെയ്ഡ് നടന്നു. ശരി, പ്രത്യക്ഷമായി തന്നെ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ എങ്ങനെ ശിക്ഷിക്കും? ഇതാ കേട്ടോ. കാശ്മീരിനെ പ്രത്യേക രാജ്യമാക്കാൻ സോണിയാഗാന്ധി ഇന്ത്യ വിഭജിക്കാനുള്ള ശക്തികളുമായി ചേർന്ന് പ്രവർത്തിച്ചുവെന്ന് ഗുരുതര ആരോപണം. ഇന്ത്യയിലെ ജനാധിപത്യം തകർത്ത് സിറിയ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് മോഡൽ രീതിയിലേക്ക് ആസൂത്രണം ചെയ്യുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് സൂത്രധാരൻ ജോർജ് സോറസുമായി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ശശി തരൂരും സഹകരിച്ചുവെന്ന വെളിപ്പെടുത്തൽ. ബ്രേക്കിംഗ് ന്യൂസ്. ഇന്ത്യ വിഭജിക്കുവാനുള്ള വിദേശ ശക്തികളുടെ ആവശ്യങ്ങൾക്ക് സോണിയാഗാന്ധിയുടെ പിന്തുണ ഉണ്ട് എന്നുള്ള നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ വിഭജനം അത് പഞ്ചാബ് അധിഷ്ഠിതമായി ഖലിസ്ഥാൻ, മറ്റൊന്ന് കാശ്മീർ സ്വതന്ത്ര രാഷ്ട്രമാക്കുക, മറ്റൊരു വാദമുഖം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നത് സൗത്ത് ഇന്ത്യ, കട്ടിംഗ് സൗത്ത് എന്നുള്ള ആശയം. ഇത്തരത്തിൽ ഡിസ്മാന്റിലിംഗ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിഭജനം എന്നുള്ള ഒരു ശക്തി വിദേശത്ത് പ്രവർത്തിക്കുന്നത്. ഇത്തരം ശക്തികളുമായിട്ട് മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ട് എന്ന BJPയുടെ സുപ്രധാനമായിട്ടുള്ള ആരോപണം വന്നിരിക്കുന്നു. മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് അമേരിക്കൻ ബില്യണറായിട്ടുള്ള ഇന്ത്യയെ അസ്ഥിരതയുണ്ടാക്കുവാനും ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇവിടെ പട്ടാള ഭരണമോ അല്ലെങ്കിൽ വലിയ അടിയന്തരാവസ്ഥ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാനുള്ള അമേരിക്കയുടെ ഗൂഢതന്ത്രം മെനയുന്ന ജോർജ് സോറസുമായി ബന്ധമുണ്ട് എന്ന ഇപ്പോൾ നിർണായകമായ ആരോപണം വന്നിരിക്കുകയാണ്. കാശ്മീരിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കുക എന്ന ആശയത്തെ പിന്തുണയ്ക്കുന്ന ശക്തികളുമായി സോണിയാഗാന്ധി ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ വന്നിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ശക്തികൾ ഇടപെടുമ്പോൾ സോണിയാഗാന്ധി അതിനെ അനുകൂലിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒന്നിച്ചു നിൽക്കുകയും ചെയ്തു എന്ന ആരോപണം ഉന്നയിക്കുന്ന ഒരു പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ആരോപണം മുമ്പും കോൺഗ്രസിനെതിരെ ഉയർന്നിരുന്നു. പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നടത്തിയത് വിദേശ ഫണ്ട് ഉപയോഗിച്ചാണ്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുന്ന ജോർജ് സോറസ് ഉൾപ്പെടെയുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നടത്തിയതെന്നും ഏകദേശം 100 കണക്കിന് കോടി രൂപ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിലുള്ള യാത്രയ്ക്ക് വാഹനവും മറ്റ് സൗകര്യങ്ങളും ആഡംബരങ്ങളും ആയിട്ട് ചെലവഴിച്ചു എന്നുള്ള ആരോപണം ഇപ്പോൾ ലൈവാക്കി നടത്തിയിരിക്കുന്നത് മഹാരാഷ്ട്രയുടെ നിയുക്ത മുഖ്യമന്ത്രി ഫട്നാവിസ് ആണ്. അദ്ദേഹം പറയുന്നത് വിദേശത്ത് നിന്ന് വലിയ തോതിലുള്ള ഫണ്ടാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്ക് ലഭ്യമായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 100-ലധികം NGOകൾ ഇത്തരത്തിലുള്ള ഫണ്ട് കോൺഗ്രസിന് കൈമാറുന്നതിന് കൂട്ടുനിന്നു. ഇത്തരത്തിലുള്ള മുഴുവൻ NGOകളും അടച്ചു പൂട്ടി സീൽ ചെയ്യും മഹാരാഷ്ട്രയിൽ എന്നാണ് നിയുക്ത BJPയുടെ അവിടുത്തെ മുഖ്യമന്ത്രി ഫട്നാവിസ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ 10 ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്ന് BJPയുടെ MP നിഷാകാന്ത് ദുബൈ പറഞ്ഞിരിക്കുകയാണ്. മാധ്യമ പോർട്ടലായിട്ടുള്ള അന്തർദേശീയ മാധ്യമ പോർട്ടലാണ് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ട് എന്നുള്ളത്. ഇത് അമേരിക്കയുടെ ഒരു സൈറ്റാണ്. ഇതിനകത്ത് വ്യവസായിയും ഇതിനകത്തെ പ്രധാനപ്പെട്ട ആളും ഇന്ത്യയിലെ പ്രതിപക്ഷവുമായി ഒത്തുകളിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുവാനും ഇന്ത്യയെ അപകീർത്തിപ്പെടുത്തുവാനും ശ്രമിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ ഫണ്ടിന് ജോർജ് സോറസുമായി വലിയ ബന്ധമുണ്ട് എന്ന് ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന് ശക്തമായ രൂപത്തിലുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെ ശിക്ഷിക്കാൻ സാധിക്കാത്തത്? ഈ രാജ്യത്തിന്റെ നിയമം ഇവർക്കൊന്നും ബാധകമല്ലേ? അതല്ലാതെ സാധാരണക്കാരെ രാജ്യദ്രോഹം ചെയ്താൽ പ്രത്യക്ഷമായി ശിക്ഷ വിധിക്കുന്നു. മാധ്യമങ്ങളിൽ വരുന്നു ചിത്രങ്ങളടക്കം, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, പിന്നീട് ഫോളോ അപ്പുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് വീണ്ടും ഇങ്ങനെ തന്നെ തുടരുകയാണല്ലോ. ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ എന്തുകൊണ്ടാണ് ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കാനും നിയമത്തിൻ്റെ കൂച്ചുവിലങ്ങിട്ട് പൂട്ടാനും സാധിക്കാതെ പോകുന്നത്? ഇതെൻ്റെ മാത്രം സംശയമാണോ? നന്ദി.